ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അന്നേരം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അന്നേരം ഇന്നത്തെ എൻ്റെ യാത്രയെന്ന് പറയുന്നത് വേറെങ്ങുമല്ല, എൻ്റെ നാട്ടിൽ തന്നെയാണ്. എൻ്റെ നാട്ടിൽ ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടവഞ്ചി സവാരിയൊക്കെ ഉണ്ട്. നമുക്കതൊക്കെ കാണാം. അന്നേരം ഇത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ തണ്ണിത്തോട് പഞ്ചായത്തിലാണ് ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള അടവി കുട്ടവഞ്ചി സവാരി നടക്കുന്നത്. അന്നേരം പുറത്തുനിന്നൊക്കെ വരുന്നവർക്കാണെങ്കിൽ പത്തനംതിട്ട വരുക, അവിടെ നിന്ന് നേരെ കോന്നിയിൽ നിന്ന് തണ്ണിത്തോട് പോകുന്ന റൂട്ടാണ്. അടവി അല്ലെങ്കിൽ മുണ്ടാമ്പഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മതി, എല്ലാം ഏകദേശം ഒരേ സ്ഥലം തന്നെയാണ്. പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ വരുന്നൊരു സ്ഥലം കൂടെയാണ് അടവി. ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത്. എങ്ങോട്ട് തിരിഞ്ഞാലും വനമായിരിക്കും, അതുപോലെ തന്നെ കാഴ്ച അതിമനോഹരമായിരിക്കും. കോന്നി കഴിഞ്ഞാൽ അതുമുകുളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് വനം സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഫുള്ള് വനമായിരിക്കും. നമ്മൾ വരുന്ന റോഡും കാര്യങ്ങളും എല്ലാം ഫുള്ള് വനത്തിൽ കൂടെ തന്നെ ആയിരിക്കും. അതാണ് ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും എപ്പോഴും. ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതാണ് അടവി എന്ന് പറയുന്ന സ്ഥലം. ഇനി നമ്മൾ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാൻ പോവാണ്. അന്നേരം വേണ്ട കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരാഴ്ച കൊണ്ട് എന്തോ സംതിങ് പ്രോബ്ലം കാരണം അടഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പം ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്നലെയാണ് ഇത് ഓപ്പൺ ആയത്. അതുകൊണ്ട് തന്നെ ആൾക്കാർ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ കാണേണ്ടതാണ്. എന്തായാലും നമുക്ക് താഴോട്ട് പോകാം, അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം എന്തായാലും. അതുപോലെ തന്നെ നമ്മൾ അടവി കഴിഞ്ഞ് മുന്നോട്ട് പോയെന്ന് പറഞ്ഞാലും കുറേ സ്ഥലങ്ങളുണ്ട്. തണ്ണിത്തോടുണ്ട്, അതുപോലെ തന്നെ തേക്കത്തോട്, കരിമാനത്തോട്, അങ്ങനെ ഒട്ടനവധി സ്ഥലങ്ങളുണ്ട്. എങ്ങോട്ട് പോയെന്ന് പറഞ്ഞാലും എല്ലാം വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അന്നേരം തന്നെ നമുക്കിനി ഇവിടുത്തെ വീഡിയോസൊക്കെ കാണാം. അന്നേരം തന്നെ നമ്മൾ ഇറങ്ങി വരുന്ന വഴിക്ക് തന്നെ മനോഹരമായിട്ടുള്ളൊരു പൂന്തോട്ടമുണ്ട്. അവിടെ നമുക്ക് പല ടൈപ്പിലുള്ള ചെടികളും കാണാം, അതുപോലെ തന്നെ പൂക്കളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ പല ടൈപ്പിലുള്ള ചെടികളും പൂക്കളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. വ്യത്യസ്തതയാർന്ന ചെടികളും അല്ലെങ്കിൽ അതുപോലുള്ള പൂന്തോട്ടമൊക്കെ കാണുമെന്നുള്ളവരാണെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരാ. ഇവിടെ അതിമനോഹരമായിട്ടുള്ളൊരു ഗാർഡൻ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് കാണാനൊക്കെ ഉണ്ട്. സന്ദർശകരെ ഇങ്ങോട്ട് മാടി വിളിക്കുന്നതിൽ ഒരു ഉദാഹരണം ഈ പൂന്തോട്ടം തന്നെയാണ്. ഇനി നമുക്ക് വേണ്ട കുറച്ച് നേരം ഈ പൂന്തോട്ടത്തിൽ നിന്ന് കറങ്ങി അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കാണേണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ കുട്ടവഞ്ചി, അതുപോലെ തന്നെ ആറ്, അങ്ങനെ ഒത്തിരി മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും അതെല്ലാം കാണാം. അന്നേരം തന്നെ നമ്മളിപ്പോൾ നേണ്ട ഒരു പൂന്തോട്ടത്തിലാണ് നടക്കുന്നത്. അതുപോലെ തന്നെ അടവി കഴിഞ്ഞാൽ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിമനോഹരമായിട്ടൊരു വെള്ളച്ചാട്ടമുണ്ട്. മണ്ണീര വെള്ളച്ചാട്ടം എന്നാണ് അത് പറയുന്നത്. പക്ഷേ നമുക്ക് എന്തായാലും ഇന്ന് അങ്ങോട്ട് പോകാനുള്ള ടൈമില്ല. അത് നമുക്ക് വേറൊരു ദിവസം പോയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാം. അതുപോലെ തന്നെ ഞാനൊരു 2 ദിവസം മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം ഒട്ടനവധി ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എവിടെയാണ് നാട്, എവിടെയാണ് സ്ഥലം, എങ്ങനെ ഞങ്ങൾക്ക് വരാൻ പറ്റും, അങ്ങനെയൊക്കെ എന്നോട് ഒരുപാട് പേര് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൂടെ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി നേരത്തെ സ്ഥലം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും വീഡിയോ മിസ് ചെയ്യരുത്. കാരണം ഓരോ സ്ഥലത്തിനും അതിൻ്റേതായിട്ടുള്ള മനോഹാരിത നിറഞ്ഞു നിൽക്കുകയാണ്. ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഇങ്ങോട്ട് വരാൻ തോന്നുവാണെങ്കിൽ ധൈര്യമായിട്ട് പോരെ. ഒരു 1 ഡേ ടൂറിനുള്ള എല്ലാവിധ കാഴ്ചകളൊക്കെ ഇവിടെ ഉണ്ട്. അന്നേരം മനസ്സ് നിറഞ്ഞ് തന്നെ നമുക്ക് തിരിച്ചു പോകാം. ഒരിക്കലും നമുക്ക് ബോറടിക്കത്തില്ല. കാരണം കാടിൻ്റെ മനോഹാരിത, അതുപോലെ തന്നെ കുട്ടവഞ്ചിയിൽ നമുക്കൊരു യാത്ര ചെയ്യാം. അതുപോലെ തന്നെ ആറ്, മനോഹരമായിട്ടുള്ള കാടിൻ്റെ നടുക്കോടുള്ള ആറ് കാണാം. അങ്ങനെ ഒട്ടനവധി കാഴ്ചകളുണ്ട്. അങ്ങനെ തന്നെ നമ്മൾ ഏകദേശം പൂന്തോട്ടം എല്ലാം കണ്ടു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ താഴോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് അടിപൊളി ഒരു മുളങ്കൂട്ടം കാണാൻ സാധിക്കും. മുളകളാൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം ഒരു റൂഫ് പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ അടിയിലേക്ക് ഇരിക്കുകയാണെങ്കിൽ ശരിക്കും പറയാം എന്തോ തണുപ്പാണെന്നറിയാം. ഇരിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അന്നേരം തന്നെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ആറ് കാണണം, അതുപോലെ തന്നെ കുട്ടവഞ്ചി കാണണം. ഇതാണ് നമ്മൾ പറഞ്ഞ കുട്ടവഞ്ചി എന്ന് പറയുന്നത്. കാണാത്തവർക്ക് കണ്ടിട്ടുള്ളവരുണ്ടായിരിക്കും. അന്നേരം തന്നെ ഇതാണ് കുട്ടവഞ്ചി എന്ന് പറയുന്നത്. ഇത് പഴയ ഡാമേജ് പീസുകളൊക്കെ ഇങ്ങനെ പറക്കി വെച്ചേക്കുമായിരിക്കും. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് കേരളത്തിൽ 1-2 സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ കുട്ടവഞ്ചി സവാരി നടക്കുന്നത്. അതിലൊരു സ്ഥലം പത്തനംതിട്ട ഈ അടവി തന്നെയാണ്. നമ്മൾ വന്നപ്പോൾ കുറേ വണ്ടികളിവിടെ കിടപ്പുണ്ടായിരുന്നു. പക്ഷേ ആൾക്കാരെയും കാണുന്നില്ല. എല്ലാവരും എങ്ങോട്ട് പോയെന്നൊരു പിടുത്തല്ലോ. എനിക്കൊന്നും എല്ലാവരും കുട്ടവഞ്ചി സവാരിയും അതുപോലെ തന്നെ ആറ്റിലൊക്കെ ആയിരിക്കും. അങ്ങനത്തെയാണ് നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിമനോഹരമായിട്ടുള്ളൊരു ഊഞ്ഞാലൊക്കെ കാണാൻ പറ്റും. നമുക്ക് വരുന്നവർക്ക് ഊഞ്ഞാലൊക്കെ ആടിപ്പാടി, ഊഞ്ഞാലില്ലെന്നാരും പറയില്ല, ആടിപ്പാടിയൊക്കെ നമുക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് ഇപ്പം നീണ്ട് 2 ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അന്നേരം ബാക്കി ആൾക്കാരൊക്കെ താഴെ തന്നെ കാണാം. നമുക്ക് എന്തെല്ലാം അങ്ങോട്ട് പോകാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ഒരു ഊർജ്ജം എന്ന് പറയാം, നമുക്ക് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. പക്ക പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. കാര്യം എന്ന് പറഞ്ഞാൽ കാടാണെങ്കിൽ പോലും ആ കാടിനെ അതിൻ്റേതായിട്ടുള്ള അതിൻ്റെ ഭംഗി കളയാതെ തന്നെ എത്രത്തോളം മനോഹാരിതമാക്കുമോ അത്രത്തോളം മനോഹാരിതമാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അന്നേരം തന്നെ കുറേ ആൾക്കാർ തിരിച്ച് കയറി വരുന്നുണ്ട്. എല്ലാവരും കുട്ടവഞ്ചി സവാരിയൊക്കെ കഴിഞ്ഞിട്ട് കയറി വരുവാൻ തോന്നുന്നു. കുട്ടികളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് 2 സൈഡിലായിട്ട് നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റൂഫ് എന്ന് പറയുന്നത് ഈ ഡാമേജ് ആയിട്ടുള്ള കുട്ടവഞ്ചിയൊക്കെയാണ് എടുത്ത് വെച്ചേക്കുന്നത്. അതൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനൊക്കെ ഉണ്ട്. അന്നേരം തന്നെ നമ്മൾ ഏകദേശം കുട്ടവഞ്ചി കയറുന്ന സ്ഥലം അതുപോലെ തന്നെ ആറൊക്കെ അടുക്കാറായിട്ടുണ്ട്. അന്നേരം നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം. പോകുന്ന വഴിക്ക് നോക്കി എന്തോരം മരങ്ങളൊക്കെയാണെന്ന് നോക്കി എന്ത് ഭംഗിയാണെന്നറിയാം. നമ്മൾ ഇത് വീഡിയോക്കകത്ത് കാണുമ്പോൾ നമുക്ക് അത്രയും നമുക്ക് ആ ഒരു സുഖം കിട്ടത്തില്ല. അപ്പോൾ നേരിട്ട് വന്ന് കണ്ടാൽ മാത്രമേ നമുക്ക് അവിടുത്തെ ഫുള്ള് നമുക്ക് ഒരു സുഖം നമുക്ക് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ. അന്നേരം തന്നെ നമ്മൾ കുട്ടവഞ്ചി കാര്യങ്ങളൊക്കെ കാണാം. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അറിയാനും മുമ്പായിട്ട് മനോഹരമായിട്ടുള്ളൊരു സ്ഥലങ്ങളുണ്ട്, അതൊക്കെ നമുക്കൊന്ന് കാണാം.
ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ സമയത്ത് എന്ന് പറഞ്ഞാൽ ഫുള്ള് വെള്ളമായിരിക്കും കേട്ടോ. നമുക്ക് ഇങ്ങോട്ടൊന്നും അടുക്കാൻ പോലും പറ്റത്തില്ല. ഇവിടെ എല്ലാം നല്ല ശക്തിയായിട്ട് വെള്ളം ഒഴുകുന്ന സ്ഥലങ്ങളാണ്. അങ്ങനെ തന്നെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ട് മനോഹരമായിട്ടുള്ള കുറച്ച് നിരപ്പ് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ എല്ലാം കൊച്ചു കൊച്ചു മരങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കൊച്ചു തോടുമുണ്ട്. നമ്മൾ ഒത്തിരി അങ്ങോട്ട് പോകുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഉള്ളു വനമാണ്. അതുപോലെ തന്നെ ആനയൊക്കെ നിന്നാൽ പോലെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഉണക്ക സമയത്തൊക്കെ ആണെങ്കിൽ ഇവിടെ എല്ലാം ആന ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ. ഉണക്ക സമയത്തൊന്നല്ല, അല്ലെങ്കിൽ പോലും ഇവിടെ ഫുള്ള് ആന ഇറങ്ങുന്ന സ്ഥലമൊക്കെയാണ്. അന്നേരം തന്നെ നമുക്ക് തന്നെ ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇനിയാണ് നമുക്ക് കൊട്ടവഞ്ചിയും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ അതുണ്ട് കുറച്ച് ആൾക്കാർ ഇതിൻ്റെ പോയിട്ട് വന്ന ആൾക്കാർ അവിടെ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ നമുക്ക് 1-2 കൊട്ടവഞ്ചി കാണാം. എനിക്കൊന്നും അത് അങ്ങോട്ട് പോകുന്നതാന്ന് തോന്നുന്നു. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് എന്ത് പറയുന്നത് ഒരു പ്രത്യേക വൈബാണ്. ഒരു അടിച്ചുപൊളിക്ക് പറ്റിയ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ഒരു പ്രത്യേക രസമാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീലിങ്സാണ്. നിങ്ങൾ മാക്സിമം നിങ്ങൾ ഇവിടെ വരിക. നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് പോകാനുള്ള മനസ്സിന് നല്ല രീതിക്ക് സന്തോഷം കിട്ടുന്ന ഒത്തിരി കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും മാക്സിമം വരാൻ ശ്രമിക്കണം. അന്നേരം തന്നെ അവിടെ ഒരു ചേച്ചി ഉണ്ട് കുട്ടവഞ്ചിക്ക് കയറാൻ പോകണം. അപ്പം അവർ ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇടുകയാണ്. കാരണം സേഫ്റ്റിയാണ് നമുക്ക് എപ്പോഴും ഫസ്റ്റ് എവിടെ ചെന്നാലും എന്ത് ചെയ്താലും നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണം. അന്നേരം തന്നെ സേഫ്റ്റി ബെൽറ്റൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് എന്തായാലും അതൊക്കെ ഒന്ന് കാണാം. സേഫ്റ്റി ബെൽറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടവഞ്ചിക്ക് കയറാൻ പറ്റില്ല. കാരണം എവിടെയാണ് അപകടം സംഭവിക്കുന്നത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അന്നേരം നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണം. അന്നേരം തന്നെ ആൾക്കാരൊക്കെ തന്നെ കുട്ടവഞ്ചിയെ കയറാനെ കൊണ്ട് സേഫ്റ്റി ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് റെഡിയായിട്ട് നിൽപ്പുണ്ട്. അതുപോലെ തന്നെ തിരിച്ച് വന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. അന്നേരം നമുക്ക് എന്തായാലും ഇനി കുറച്ച് നേരം നമുക്ക് കുട്ടവഞ്ചിയിലെ സവാരിയും അതുപോലെ തന്നെ കുട്ടവഞ്ചിയൊക്കെ നമുക്ക് എന്തായാലും കുറച്ച് നേരം നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. അന്നേരം തന്നെ നമ്മൾ കണ്ടില്ലേ ആൾക്കാർ കണ്ടില്ലേ കുട്ടവഞ്ചിക്ക് പോകുന്നുണ്ട് വരുന്നതൊക്കെ നമ്മൾ കണ്ട് തന്നെ കുറേ ആൾക്കാർ തന്നെ പോയിട്ട് വന്നിട്ട് തന്നെ കരയ്ക്ക് കയറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തന്നെ കുറേ ആൾക്കാർ തന്നെ അപ്പുറത്തെ സൈഡിൽ തന്നെ വെള്ളത്തിൽ നിന്ന് തന്നെ കുറേ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച് തന്ന ഒരു സൗന്ദര്യം എന്നൊക്കെ പറയത്തില്ലേ, അതൊക്കെയെന്ന് പറഞ്ഞാൽ അത് കാണണമെങ്കിൽ തന്നെ ഇവിടെ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സൗന്ദര്യം നമുക്ക് പറയുന്നത്. ഇനി നമുക്ക് തന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരാൻ കേട്ടോ. അത് അവിടേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൊച്ചു കൈത്തോടുകളാണ്. ഈ കൈത്തോടുകളെല്ലാം വന്ന് ചേരുന്ന ഈ ആറ്റിലോട്ടാണ്. അവിടെ നിന്ന് ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാർ തന്നെ ഇവിടെയൊക്കെ കാണാനൊക്കെ പോകുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സൗന്ദര്യം നമുക്ക് കാണാൻ സാധിക്കും.
ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ ഒരു സംഭവം ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഞാൻ ഇതുവരെ അങ്ങനെ 1-2 ഈടങ്ങാണ്ട് ഇവിടെ വന്നിട്ടില്ല കേട്ടോ. ഇപ്പം രണ്ടാമത്തെ ഈടങ്ങാണ്ട് ഇവിടെ വരുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് എന്താ പറയുന്നത്, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നൊക്കെ പറയത്തില്ല. അതുകൊണ്ട് നമുക്ക് അടുത്ത് കിടക്കുന്നുണ്ട് നമ്മൾ ഇന്നും കാണുന്ന കാര്യങ്ങളല്ല, അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്കാനല്ല വരുന്ന വഴിക്കാനെല്ലാം ഇതുപോലെ കാടും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പുതുബന്ധം തോന്നത്തില്ല. അതുപോലല്ല വെളിയിൽ നിന്ന് വരുന്നവർ. കാരണം അവരുടെയൊക്കെ നാട്ടിലേക്കാണെങ്കിൽ കാടോ അല്ലെങ്കിൽ ഇതുപോലെ കാണാൻ പറ്റിയ ഒരു സ്ഥലമോ കാര്യങ്ങളൊന്നും കാണത്തില്ല. അപ്പോൾ അവർക്ക് വെളിയിൽ നിന്ന് വരുന്നവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു അത്ഭുതവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നമുക്ക് വരുന്ന വഴിക്കൊക്കെ നമുക്ക് റോഡിൻ്റെ സൈഡിലൊക്കെ ആനയെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബ്ലാവ്, അതുപോലെ തന്നെ കാട്ടുപോത്ത്, അങ്ങനെ ഒട്ടനവധി കാട്ടുമൃഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ കുട്ടവഞ്ചി സവാരി നടത്തുന്ന സമയത്ത് തന്നെ നമുക്ക് അക്കരെയൊക്കെ ഇതുപോലെ തന്നെ വെള്ളം കുടിക്കാൻ വരുന്നതും അതുപോലെ തന്നെ അങ്ങനെ ഒട്ടനവധി മൃഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഭൂരിഭാഗം ആൾക്കാരും കുട്ടവഞ്ചി സവാരി നടത്താതെ പോകാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു എൻജോയ്മെൻറ്റ്, അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അന്നേരം തന്നെ ഒരുപാട് ആൾക്കാർ കുട്ടവഞ്ചി സവാരി കഴിഞ്ഞ് തിരിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ തിരിച്ചങ്ങോട്ട് പോകുന്നുണ്ട്. അന്നേരം തന്നെ നമുക്ക് ഏകദേശം പോകാനുള്ള ടൈമായി. പോകാനുള്ള ടൈം എന്ന് പറഞ്ഞാൽ പോകുന്ന വഴിക്ക് കുറച്ചുകൂടെ വീഡിയോസൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കണം. അന്നേരം നമ്മൾ പോകാൻ ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. അന്നേരം ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞായിരുന്നു, ഇത് ഒരാഴ്ചത്തേക്ക് അടച്ചിട്ടേക്ക് വരുന്നത് കേട്ടോ, കുറച്ച് പ്രശ്നങ്ങൾ കാരണം. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇടപെട്ടതിന് ശേഷമാണ് ഇത് വീണ്ടും ഇപ്പം തുറന്ന് പ്രവർത്തിക്കുന്നത്. അന്നേരം തന്നെ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഏകദേശം കണ്ടു കഴിഞ്ഞ് ഇനി നമ്മൾ വീട്ടിലോട്ട് പോകണം. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് കാഴ്ചയുണ്ട് കേട്ടോ, അതൊക്കെ നമുക്ക് എന്തായാലും കാണാൻ പറ്റും. അന്നേരം നമ്മൾ പോകുന്ന വഴിക്കാൻ അതിമനോഹരമായിട്ടൊരു പാലമുണ്ട് കേട്ടോ. ഈ പാലത്തിൻ്റെ പേര് മുണ്ടാമൊഴി പാലം എന്നാണ് അറിയപ്പെടുന്നത്. അന്നേരം ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറുണ്ട് ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഈ പാലമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെവിടെയാണ് സ്ഥലം, എവിടെയാണ് നാടെന്നൊക്കെ. ഇനി ഞാൻ പോകുന്നത് എൻ്റെ വീട്ടിലോട്ടാണ്. അപ്പോൾ ആ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ നമുക്ക് എന്തായാലും കാണാം. അന്നേരം ഈ പാലം കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മളങ്ങോട്ട് പോകുമ്പോൾ തന്നെ കുറച്ച് നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ നമുക്ക് എന്തായാലും കാണാം. ഇനിയിപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് മൊത്തം കാടാണ് കേട്ടോ, ഒരു പരിധി വരെ. അതായത് തണ്ണിത്തോട് വരെ നമ്മൾ ചെല്ലുന്ന വരെ കാടാണ്. അത് നമ്മളിപ്പോൾ കാടിൻ്റെ നടുക്കൂടെ റോഡ്, അതുപോലെ തന്നെ ആ റോഡിൻ്റെ തൊട്ട് താഴെ ആറ്, അപ്പുറം ഇപ്പുറം കാട്. അതാണ് ഏറ്റവും വലിയൊരു മനോഹാരിത നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ തണ്ണിത്തോട് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് അങ്ങോട്ട് വീടാണ് കേട്ടോ. വീട്, കുറച്ചുകൂടെ പ്ലാന്റേഷന്, അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഫുള്ള് വീട്. അപ്പം ഈ പോകുന്ന റോഡ് സൈഡ് മാത്രമാണ് വീടും കാര്യങ്ങളൊക്കെ. അതിൻ്റെ അക്കരെ ഫുള്ള് വനമായിരിക്കും കേട്ടോ, ഫുള്ള് വനമാണ്. നമ്മളിപ്പോൾ നേണ്ട റോഡിൽ നിന്ന് താഴെട്ടിറങ്ങി കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഡെയിലി ഈ റോഡ് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇതുവരെ ഞാൻ ഇങ്ങനെ താഴെട്ടിറങ്ങിയില്ല കേട്ടോ. ഇറങ്ങിയപ്പോൾ തന്നെ ജസ്റ്റ് ഞാനിപ്പോൾ അവിടെ എല്ലാം വീഡിയോ എടുത്തപ്പം ഇങ്ങോട്ട് വന്ന വഴിക്ക് ഒന്ന് ചുമ്മാ ഒന്ന് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പക്ഷേ ഇറങ്ങിയപ്പോൾ എൻ്റെ കിളി പോയി കേട്ടോ. എന്ത് രസമെന്ന് നോക്കിയാൽ ഇത്രയും മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സൈഡിൽ, അതും ആറ്റിലോട്ട് ഇങ്ങനെ ചാഞ്ഞ്. നമുക്ക് വേണമെങ്കിൽ ഈ മരത്തിലൊക്കെ കയറി ഫോട്ടോസൊക്കെ എടുക്കാം. എന്ത് ബ്യൂട്ടിഫുള്ളാണെന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു മനോഹാരിത എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഈ കാഴ്ചകളൊക്കെ കാണണമെങ്കിൽ നേരെ ഇവിടെ തന്നെ വരണം, അല്ലാതെ വേറെ ഒരു സ്ഥലത്ത് എവിടെ ചെന്ന് പറഞ്ഞാലും നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കില്ല. അത്രയ്ക്ക് മനോഹാരിതയാണ്. ഇത് മാത്രമല്ല, നമ്മളിനി പോകുന്ന വഴിക്കാണെങ്കിലും എല്ലാം ഇതുപോലൊക്കെ തന്നെയുള്ള മനോഹാരിത നിറഞ്ഞ സ്ഥലങ്ങളാണ് എല്ലാ സ്ഥലത്തും. നമ്മളിപ്പം എന്താ പറയണ്ടേ, എവിടെ ചെന്ന് എങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ എങ്ങനെ വീഡിയോസ് എടുക്കണം, ഫോട്ടോസ് എടുക്കണം, നമുക്ക് തന്നെ കൺഫ്യൂഷനായി. ഇപ്പം അത്രയ്ക്ക് മനോഹാരിതയാണ് എവിടെ ചെന്നെന്ന് പറഞ്ഞാലും.
അന്നേരം വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് കൂടിപ്പോയി കേട്ടോ, കാരണം എടുത്ത് വന്നപ്പോൾ നിർത്താൻ തോന്നിയില്ല. അന്നേരം നേണ്ട ഞങ്ങളുടെ നാടിൻ്റെ ഭംഗിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്, ഇപ്പോൾ നേണ്ട കണ്ടുകൊണ്ടിരിക്കുന്നതല്ല. അപ്പോൾ നേണ്ട നമ്മളിപ്പോൾ ഒന്ന് റോഡുണ്ടല്ലോ, ഈ റോഡിൻ്റെ താഴെ ആറ് ഒഴുകുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ വെച്ച് കണ്ട ആറ് അത് കല്ലാറെന്നാണ്. അപ്പോൾ ഈ ആറ് തന്നെയാണ് അങ്ങോട്ട് പോകുന്നതും. അപ്പോൾ അതിൻ്റെ അക്കരെ എല്ലാം കാടാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഞങ്ങളുടെ വീടൊക്കെ എത്താറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്, കാരണം ഇനി അങ്ങോട്ട് പോയെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് വഴിയും പോലെ നമുക്ക് വീഡിയോയ്ക്ക് എടുക്കാം. അടുത്ത വീഡിയോയ്ക്ക് നമുക്ക് കാണാം. അന്നേരം തന്നെ ഞങ്ങളുടെ വീടൊക്കെ എത്തി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.